എൻ്റെ പേര് സിജി. ഞാൻ കൊല്ലം ജില്ലയിലെ ശാസ്താംകോട്ട എന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. ആദ്യം തന്നെ അമ്മ മാതാവിനോടും തിരുക്കുമാരനോടും സാക്ഷ്യം പറയുവാനായിട്ട് താമസിച്ചു പോയതിന് ക്ഷമ ചോദിക്കുന്നു. അമ്മ മാതാവിലൂടെ എനിക്ക് ലഭിച്ച ഒരു വലിയ അനുഗ്രഹത്തെപ്പറ്റി പറയുവാനാണ് ഞാനിവിടെ നിൽക്കുന്നത്. ഇതെൻ്റെ ഹസ്ബൻഡാണ് അനൂപ്. ഇത് എൻ്റെ മകനാണ്, അവനൊരു വയസ്സായി, ഇവാൻ. അമ്മ മാതാവിലൂടെ ഈശോ തന്ന ഏറ്റവും വലിയ അനുഗ്രഹമാണ് എൻ്റെ ഈ കുഞ്ഞ്. ആദ്യം തന്നെ ഞാൻ മാതാവിനോട് അടുത്ത് എങ്ങനെയാണെന്ന് പറയാം. ഞാനൊരു ഓർത്തഡോക്സ് സഭാവിശ്വാസിയാണ്. ഞങ്ങളുടെ സഭയിൽ മാതാവിനോടുള്ള പ്രാർത്ഥനകളും മധ്യസ്ഥതകളും ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും ജപമാല ചൊല്ലുന്ന ഒരു രീതിയില്ല. ഞാൻ ജപമാല പരിചയപ്പെട്ടത് നമ്മുടെ പെരുന്നാളിലും ഒക്കെ സ്റ്റോളിലൊക്കെ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. അപ്പം അത് വാങ്ങിക്കും, മറ്റുള്ളവരത് വെച്ച് എന്താണ് ഉരുവിടുന്നതെന്ന് കാരണം ചോദിച്ച് മനസ്സിലാക്കാനുള്ള ഫ്രണ്ട്സും അങ്ങനെയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ ഞാൻ അത് മേടിക്കും, ഒന്നുകിൽ കയ്യിൽ സൂക്ഷിക്കും അല്ലെങ്കിൽ കഴുത്തിൽ ധരിക്കും, അങ്ങനെയായിരുന്നു. പിന്നീട് മാതാവിനോടുള്ള ബന്ധം വളരെയധികം പ്രബലപ്പെട്ട് വന്നത് ഞാൻ ഒരു നേഴ്സാണ്. ഞാൻ നേഴ്സിംഗ് പഠിച്ചത് ബദനി സിസ്റ്റേഴ്സ് നടത്തുന്ന ഒരു സ്ഥാപനത്തിലായിരുന്നു. അവിടെ എന്ന് പറഞ്ഞാൽ ജപമാല കർശനമായിരുന്നു. എല്ലാ ദിവസവും എത്ര താമസിച്ച് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നാലും നമ്മൾ ജപമാലയ്ക്ക് പോവുക, രാവിലെ കുർബാനയിൽ സംബന്ധിക്കുക. അവിടെ വെച്ചാണ് മാതാവിനോടുള്ള ബന്ധം, ജപമാല. പിന്നീട് എനിക്ക് മനസ്സിലായി ഓരോ ദിവ്യരഹസ്യങ്ങൾ എങ്ങനെയാണ് ചൊല്ലുന്നതെന്നും അതിൽ മറ്റുള്ളവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ നിയമങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത്. പിന്നീട് അമ്മ മാതാവിലൂടെ കൊന്ത ചൊല്ലു ദിവസവും ഞാൻ മുടക്കാറില്ല. അഥവാ എന്തെങ്കിലും യാത്രയിലായിരുന്നാൽ ഞാൻ ആ ബസ്സിൽ പോകുന്ന സമയത്തും ഞാൻ ചൊല്ലും. ചിലപ്പോൾ എന്തെങ്കിലും ജോലിയിലായിരുന്നാലും എനിക്ക് ഇരുന്നു കൊണ്ടത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ അങ്ങനെയും ചെയ്യുമായിരുന്നു. അതിൻ്റെ ബുക്കുകളും ഞാൻ മേടിച്ച് സൂക്ഷിക്കുമായിരുന്നു, കാരണം അല്ലാതെ അറിയില്ലായിരുന്നു ചൊല്ലാൻ. പിന്നീട് കൃപാസനത്തിൽ ഞാൻ ആദ്യമായിട്ട് വരുന്നതും യാദൃശ്ചികമായിട്ടാണ്. ഞാനൊരു നേഴ്സായിരുന്നതുകൊണ്ട് ഞാൻ നാട്ടിൽ തന്നെയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ഹസ്ബൻഡ് കുവൈറ്റിലായിരുന്നു. അപ്പം അങ്ങോട്ട് പോകാനായിട്ട് നോക്കിയിട്ടും പറ്റിയില്ല, കാരണം 2019 മെയ്യിലാണ് ഞങ്ങളുടെ കല്യാണം കഴിയുന്നത്. എനിക്ക് PCOD തൈറോയ്ഡ് രോഗങ്ങൾ ഉണ്ടായിരുന്നു. PCOD അതായത് നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരുന്നു. അതായത് ടാബ്ലറ്റ് കഴിച്ചിട്ടൊന്നും മാറാത്ത രീതിയിൽ, ഒരു രീതിയിലും മാറുന്നില്ല, അങ്ങനെ ഒരു ഇതായിരുന്നു. എല്ലാ തവണയും സ്കാനിങ് ചെയ്യുമ്പോഴും ഡോക്ടേഴ്സ് പറയുമായിരുന്നു, കാരണം ഒരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടുള്ള ഓവുലേഷൻ എന്നുള്ള പ്രോസസ്സ് അത് നടക്കുന്നില്ല എന്ന് തന്നെയായിരുന്നു ഡോക്ടേഴ്സ് പറഞ്ഞുകൊണ്ടിരുന്നത്. അത് കഴിഞ്ഞിട്ട് കൊറോണ കാരണം ഹസ്ബൻഡും കുവൈറ്റിലായിപ്പോയി. എനിക്കൊരു ജോലിക്ക് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ട് നടന്നില്ല അവിടെ. അപ്പോൾ ഞാൻ OET പഠിക്കാമെന്ന് തീരുമാനിച്ചുകൊണ്ട്, അപ്പോൾ എൻ്റെ മനസ്സിൽ പെട്ടെന്ന് ആരോ ഇരുന്ന് പറയുന്നു, കോട്ടയത്ത് പോയി പഠിക്കണം. ആ സമയത്ത് ഞാൻ കൃപാസനത്തെ പറ്റി കേൾക്കുന്നത് ഈ യൂട്യൂബ് മീഡിയകളിലൂടെ ആയിരുന്നു. കാരണം ചെറിയ ചെറിയ റീൽസും ഞങ്ങളുടെ ഫ്രണ്ട്സ് ഷെയർ ചെയ്ത് തരുമായിരുന്നു ലിങ്ക്സൊക്കെ. അങ്ങനെ ധ്യാനങ്ങൾ കേൾക്കുന്നതിലൂടെ മാത്രം, അല്ലാതെ ഉടമ്പടി എങ്ങനെ എടുക്കണമെന്നോ പ്രാർത്ഥിക്കണമെന്നോ ഒന്നും അറിയില്ലായിരുന്നു. അപ്പോൾ ആ സമയത്ത് എൻ്റെ മനസ്സിൽ കോട്ടയത്ത് പോകണം. അപ്പോൾ എല്ലാവരും എന്നോട് ചോദിച്ചു, ഇവിടെ അടുത്ത് കൊല്ലത്തിനടുത്ത് കരുനാഗപ്പള്ളിയിലുണ്ട്, മാവേലിക്കര, എല്ലാ സ്ഥലങ്ങളിലും ഉണ്ട്, പിന്നെ നീ എന്തിനായി കോട്ടയത്ത് പോകുന്നത്? അതെനിക്കറിയില്ല. അപ്പം ഞാൻ ആ സമയത്ത് കൃപാസനത്തിൽ വരണം എന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു, പക്ഷെ അത് നടന്നില്ല. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ യാദൃശ്ചികമായിട്ട് ആ സമയത്ത് തന്നെ അവിടെ ഒരു ജിൻസി എന്നാണ് ആ ചേച്ചിയുടെ പേര്. ആ ചേച്ചിയും വന്നു, ഞാനും അവിടെ യാദൃശ്ചികമായി പരിചയപ്പെടുകയും ഞങ്ങൾക്ക് ഒരു മുറി തന്നെ കിട്ടുകയും രാത്രിയിൽ ഞാൻ നോക്കിയപ്പോൾ ആ ചേച്ചി മാതാവിൻ്റെ പച്ചത്തിരി കത്തിച്ച് വെച്ച് പ്രാർത്ഥിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അപ്പം ഞാൻ വളരെയധികം ആഗ്രഹത്തോടെ ആ ചേച്ചിയെടുത്ത് ചെന്ന് ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഞാൻ ഇങ്ങനെ ഫോളോ ചെയ്യുന്നുണ്ട്, പക്ഷേ എനിക്കറിയില്ല. അങ്ങനെ ആ ചേച്ചി എനിക്ക് പറഞ്ഞു തരികയും ആ ചേച്ചിയുടെയും അമ്മയുടെയും കൂടെ ഞാൻ ആദ്യമായിട്ട് 2022 മെയ് 3 ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് പോയത്. ആ സമയത്ത് എനിക്ക് OET എക്സാമിൻ്റെ കാര്യങ്ങൾ വെച്ച് പ്രാർത്ഥിച്ചു, പക്ഷേ എനിക്ക് മാൾട്ട സ്കോറാണ് കിട്ടിയത്. എനിക്ക് പോകാൻ സാധിച്ചില്ല. എങ്കിലും വളരെയധികം സന്തോഷത്തോടെയാണ് ഞാൻ വീട്ടിലേക്ക് പോയത്, കാരണം എനിക്കിവിടെ വരാനും ഉടമ്പടി എടുക്കാനും പറ്റി. അത് കഴിഞ്ഞിട്ട് 2 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് കുവൈറ്റിലൊരു ജോബ് ശരിയാവുകയും ഞാൻ ഹസ്ബൻഡോടെ കുവൈറ്റിൽ പോവുകയും ചെയ്തു. അവിടെ വെച്ചിട്ടാണ് വളരെയധികം അത്ഭുതകരമായ രീതിയിൽ അമ്മ മാതാവ് ഈ കുഞ്ഞിനെ തന്ന് അനുഗ്രഹിച്ചത്. അവിടെ ചെന്ന് ഒരു 6 മാസം കഴിഞ്ഞതിന് ശേഷം ഞാൻ പ്രഗ്നൻ്റ് ആയി. അപ്പോൾ ഞാൻ നാട്ടിൽ വെച്ച് ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യുമായിരുന്നെങ്കിലും ഒരുമിച്ചൊരു ജീവിതം സാധ്യമാക്കിയതിന് ശേഷമേ കുഞ്ഞുങ്ങളെ ഉണ്ടാകൂ എന്ന് ഡോക്ടർ പറഞ്ഞു. പിന്നെ ടാബ്ലറ്റ് കണ്ടിന്യൂ ചെയ്യണം എന്നും പറഞ്ഞിരുന്നു. പക്ഷേ ഡോക്ടർ എല്ലാ തവണ ചെയ്യുമ്പോൾ ചോദിക്കും, ഹസ്ബൻഡ് എന്നാ വരുന്നത്? കൊറോണ കാരണം വരുന്നില്ല. അവസാനം ഡോക്ടർ തന്നെ എന്നെ കളിയാക്കി തുടങ്ങി, എന്നാ ഹസ്ബൻഡ് വരുന്നത്, ഒരുമിച്ചൊരു ട്രീറ്റ്മെൻറ്റ് എടുക്കണ്ടേ? അങ്ങനെ കളിയാക്കൽ കാരണം പിന്നീട് ഞാൻ ആ ഡോക്ടറെ കാണാനും പോയില്ല, ട്രീറ്റ്മെൻറ്റ് അവിടെ നിർത്തുകയും ചെയ്തു. കുറച്ച് മെഡിസിൻസ് വാങ്ങി കുവൈറ്റിൽ കൊണ്ടുപോയെങ്കിൽ ഞാൻ അത് കഴിച്ചില്ല. പക്ഷേ 6 മാസം കഴിഞ്ഞ് ഞാൻ പ്രഗ്നൻ്റ് ആയി.
പക്ഷേ ഒരു 2.5 മാസം കഴിഞ്ഞിട്ടും ഞാൻ അറിഞ്ഞില്ല. കാരണം ഞാൻ ഓരോ തവണ പ്രഗ്നൻ്റ് ആണോ എന്ന് നോക്കുന്ന കിറ്റ് എവിടെ പോയാലും ഞാനൊരു മാതാവിൻ്റെ രൂപം കൊണ്ടുപോകും. അപ്പം ഞാനത് ടിഷ്യൂ പേപ്പറിൽ പൊതിഞ്ഞ് ക്ലീൻ ചെയ്തിട്ട് മാതാവിൻ്റെ രൂപത്തിൻ്റെ കാൽച്ചുവട്ടിൽ കൊണ്ടുവയ്ക്കും. മാതാവ് ഇത്തവണയും പോസിറ്റീവ് ആയില്ല, നീ തന്നെ നോക്കിക്കോണം എന്ന് പറഞ്ഞു. അങ്ങനെ 2 തവണ വെച്ച് കഴിഞ്ഞു. പിന്നീട് നോക്കാനുള്ള ഒരു മനസ്ഥിതിയും വന്നില്ല. ആ സമയത്ത് തന്നെ ഞാൻ അവിടെ ജോലിക്ക് പ്രവേശിച്ചത് ഡെൻ്റൽ, അതായത് പല്ലിൻ്റെ ചികിത്സയെ ചെയ്യുന്ന സ്ഥലത്തായിരുന്നു. അപ്പോൾ അവിടെ കുറേ എക്സ്റേ എടുക്കണം, നമ്മൾ തന്നെ എക്സ്റേ എടുക്കേണ്ടത്. അപ്പം ആ സമയത്ത് ഞാൻ രോഗികൾക്ക്, കുഞ്ഞെൻ്റെ ഉള്ളിലുണ്ട് പക്ഷെ അതറിയാതെ ഞാൻ രോഗികൾക്ക് എക്സ്റേ എടുത്തു. ആ സമയത്ത് തന്നെ ഞാൻ എന്നും രാവിലെ 5:30 എണീറ്റ് ഉടമ്പടി ചൊല്ലി പ്രാർത്ഥിക്കുമായിരുന്നു. നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ തൊണ്ടയിലും തൈറോയ്ഡ് രോഗത്തിനും മരുന്ന് കഴിക്കുമായിരുന്നു. വയറ്റിലും ചൊല്ലി പ്രാർത്ഥിക്കുന്നുണ്ടായിരുന്നു. പ്രേക്ഷിത പ്രവർത്തികൾ എന്നെ കൊണ്ടാവുന്ന രീതിയിൽ രോഗികളെ സഹായിക്കുകയും പ്രേക്ഷിത പ്രവർത്തനങ്ങൾ ചെയ്യുകയും ചെയ്തിരുന്നു. പത്രം കിട്ടുന്നത് അവിടെ കുവൈറ്റിൽ ആരെങ്കിലും നാട്ടിലൊക്കെ പോയിട്ട് വരുമ്പോൾ ഞങ്ങൾക്ക് പത്രം തരും. അത് ഞങ്ങൾ പരസ്പരം കൊടുക്കുകയും വായിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു, ധ്യാനം കാണുമായിരുന്നു. ആ സമയത്ത് തന്നെ പ്രഗ്നൻ്റ് ആണെന്നറിയാതെ ഈ PCOD മാറണമെങ്കിൽ എക്സസൈസും കാര്യങ്ങളും മെഡിസിനും വേണം. അപ്പോൾ എക്സസൈസ് ചെയ്യുന്നതിലൂടെ നമുക്ക് ഒത്തിരി നിയന്ത്രിക്കാൻ പറ്റും. അപ്പം ഞാൻ ഡ്യൂട്ടിക്ക് പോയിട്ട് വരും, പിന്നെ ഡ്യൂട്ടി തിരക്ക് കാരണം പിന്നെ വന്നിട്ട് ഫുഡ് കഴിക്കുക, കാര്യങ്ങൾ ചെയ്യുക, ഉറങ്ങുക, ഇതുമാണ് ചെയ്യുന്നത്. അപ്പോൾ എൻ്റെ ഹസ്ബൻഡ് ചോദിച്ചു, നീ എക്സസൈസും കാര്യങ്ങളും ഒന്നും ചെയ്യുന്നില്ല, എന്നെ വഴക്ക് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, നീ ഇനി ചെയ്യണ്ട. അപ്പോൾ ആരെങ്കിലും നമ്മളോട് ചെയ്യരുതെന്ന് പറയുമ്പോഴാണല്ലോ നമുക്കത് ചെയ്യാനായിട്ടൊരു ഇത് വരുന്നത്. അപ്പോൾ അന്ന് കുഞ്ഞെൻ്റെ ഉള്ളിലുണ്ട്, ഇത് ഞാൻ അറിയുന്നില്ല. അപ്പോൾ ആ ഇടയ്ക്ക് എനിക്ക് പല്ലിനൊരു പ്രശ്നം വന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സർജൻ പറഞ്ഞു, നീ പല്ല് അത് റൂട്ട് കനാലിൽ നിന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം, നിനക്കും എക്സ്റേ എടുക്കണം. അപ്പോൾ കുഞ്ഞുള്ളിലുണ്ടെങ്കിൽ എക്സ്റേ എടുക്കുന്നത് നമുക്കും കേടാണ് കുഞ്ഞിന്. അതറിയാതെ ഞാൻ പല്ലിൻ്റെ ചെറിയ എക്സ്റേ ആണെങ്കിലും ഞാൻ എടുത്തു, 3-4 എക്സ്റേ എടുത്തു. പിന്നെ മരുന്നും കഴിച്ചു, പല്ലിൻ്റെ വേദനയ്ക്കുള്ള മെഡിസിൻസ്, ആൻറ്റിബയോട്ടിക്കും കഴിച്ചു. അതൊക്കെ കുഞ്ഞിൻ്റെ ദോഷമാണ്, ഇതൊന്നും ഞാൻ അറിയുന്നില്ല. പിന്നീട് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞു, നീ ഇനി എക്സസൈസ് ചെയ്യേണ്ട. അപ്പോൾ ആ ഒരു വാശിയും വെച്ചിട്ട് ഞാൻ അന്ന് മുതൽ ജീവിതത്തിൽ ഞാൻ നാട്ടിൽ വെച്ച് എക്സസൈസ് ചെയ്യുമായിരുന്നു PCOD നിയന്ത്രിക്കാൻ വേണ്ടിയിട്ട്. ഒരാൾ പറഞ്ഞു എന്നുള്ളത് കൊണ്ട് ഞാൻ ജീവിതത്തിൽ ചെയ്യാതെ യൂട്യൂബ് നോക്കി എന്നെക്കൊണ്ടാവുന്ന എക്സസൈസ്, ചാടുക, സ്റ്റെപ്പ് കയറുക, കുഞ്ഞുള്ളിലുണ്ട്, അതിന് എന്തൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യാമോ അതുപോലെ തന്നെ ഞാൻ നമുക്ക് ഉള്ളിൽ ബ്ലീഡിങ് വരാനുള്ള ഫ്രൂട്ട്സ് കാര്യങ്ങൾ എല്ലാം ഞാൻ അതിനുള്ള ഭക്ഷണ രീതികൾ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു. 2.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ദിവസം പെട്ടെന്ന് തലകറക്കം വന്നു. തലകറക്കം വന്നപ്പോൾ ഓൾറെഡി ഞാൻ ബ്ലഡിൽ നോക്കിയതാണ്, പക്ഷേ അതിലെന്തുകൊണ്ടോ ആയില്ല, കാണിച്ചു തന്നില്ല പോസിറ്റീവ് ആണെന്ന് മാതാവ്. അത് കഴിഞ്ഞിട്ട് മാതാവിനോട് കൂടുതൽ അടുത്ത് വരാൻ വേണ്ടിയായിരിക്കുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കാണാനായിട്ട് പോയി, ചെക്ക് ചെയ്തപ്പോൾ പോസിറ്റീവാണ്. സന്തോഷിക്കണോ കരയണോ എന്നറിയാൻ വയ്യാത്തൊരവസ്ഥ. കാരണം ഉള്ളിലുള്ള കുഞ്ഞിന് എന്തൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്ത് കഴിഞ്ഞു. ഞാൻ അന്നത്തെ ദിവസം മൊത്തം അന്ന് ഞാൻ ലീവ് എടുത്തു. പക്ഷേ ഹസ്ബൻഡ് ഡ്യൂട്ടിക്ക് പോയി. ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഹസ്ബൻഡ് വൈകിട്ടേ വരാൻ പറ്റൂ. എന്ത് ചെയ്യണമെന്നറിയാം, ആരോടും പറയാൻ പറ്റില്ല. കാരണം ഞാൻ അറിയാതെ എന്തൊക്കെ നെഗറ്റീവായിട്ട് ചെയ്യാമോ അതെല്ലാം ചെയ്തു. അത് കഴിഞ്ഞിട്ട് അന്ന് മൊത്തം ഞാൻ ഒരു ഫുഡ് ഒന്നും കഴിച്ചില്ല, വെള്ളം മാത്രം കുടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് വിശ്വാസ പ്രമാണം ചൊല്ലി പ്രാർത്ഥിച്ചു. ഞാൻ അമ്മയോട് പറഞ്ഞു, അമ്മേ ഇത് നീ തന്ന കുഞ്ഞാണെങ്കിൽ നീ എനിക്കതിനെ തരണം എന്ന് പറഞ്ഞു. എന്നിട്ട് അന്ന് വൈകിട്ടാണ് ഹസ്ബൻഡ് ഡ്യൂട്ടി കഴിഞ്ഞ് വന്നത്. അത് കഴിഞ്ഞിട്ട് സ്കാനിങ്ങിന് ചെന്നപ്പോൾ അവിടെ ഒരു തമിഴ് ഡോക്ടറായിരുന്നു. അപ്പം മലയാളം നല്ലപോലെ അറിയില്ല. അപ്പോൾ ആ ഡോക്ടർ ഞാൻ സ്കാനിങ് ടേബിളിൽ കിടന്ന് കരയുന്ന കണ്ടിട്ട് പറഞ്ഞു, സ്കാനിങ് ചെയ്തില്ലല്ലോ, പ്രശ്നങ്ങളൊന്നും ഉണ്ടെന്ന് പറഞ്ഞില്ല, പിന്നെ എന്തിനാണ് നീ കരയുന്നത്? അപ്പം ഞാൻ ഇങ്ങനെ പറഞ്ഞു, അവർ ഇംഗ്ലീഷാണ് ചോദിച്ചത്, അപ്പോൾ അവർക്ക് മലയാളം അറിയില്ല. അപ്പോൾ അവർ എന്നോട് പറഞ്ഞു. അപ്പം ഞാൻ ഈ കാര്യങ്ങൾ എനിക്കറിയാവുന്ന രീതിയിൽ വിശദീകരിച്ച് കൊടുത്തു. പക്ഷേ അവരെന്നോട് പറഞ്ഞത് ഉള്ളിലുള്ള ബേബി സ്ട്രോങ് ആണ്, അത്ര മാത്രം പറഞ്ഞു. അപ്പം ഞാൻ ആ ഡോക്ടറിനോട് പറഞ്ഞു, കാരണം ഈശോ വഴി അമ്മ മാതാവിലൂടെ ഈശോ എനിക്ക് തന്ന കുഞ്ഞാണ്, അതുകൊണ്ടാണത് സ്ട്രോങ് ആയിട്ടിരുന്നത്. അതുകൊണ്ട് കുഞ്ഞിന് ഒരു കുഴപ്പവും പറ്റിയില്ല. ഇപ്പോൾ 1 വയസ്സും 3 മാസവുമായി. ഇതുകൂടാതെ തന്നെ ഒത്തിരി അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് വഴി. ഞാൻ പ്രഗ്നൻ്റ് ആയിരുന്ന സമയത്തൊക്കെ ജോലിയിലൊക്കെ ഒത്തിരി, അതായത് പ്ലാസൻ്റ പ്രീവിയ, കുഞ്ഞ് താഴെ വരുന്ന അവസ്ഥ, ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു. അതിൽ നിന്നെല്ലാം അമ്മ മാതാവ് വീട്ടിൽ നിന്ന് സഹായിച്ചു. അമ്മ മാതാവിനും ഈശോയ്ക്കും 1000 നന്ദി പറയുന്നു. പുറപ്പാടിൻ്റെ പുസ്തകം 15:2. കർത്താവ് എൻ്റെ ശക്തിയും സംരക്ഷകനുമാകുന്നു, അവിടുന്ന് എനിക്ക് രക്ഷയായി ഭവിച്ചിരിക്കുന്നു, അവിടുന്നാണ് എൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ സ്തുതിക്കും, അവിടുന്നാണ് എൻ്റെ പിതാവിൻ്റെ ദൈവം, ഞാൻ അവിടുത്തെ കീർത്തിക്കും. സിജി അനൂപ് എന്ന ഈ മകൾ
പരിശുദ്ധ കൃപാസന മാതാവിലൂടെ ലഭിച്ച വലിയ അനുഗ്രഹത്തെ, സന്താന സൗഭാഗ്യത്തെ ഈ തിരുവൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ സാക്ഷ്യത്തിൽ 2 കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ നമ്മളെ ആകർഷിക്കുന്നതാണ്. ആദ്യത്തേത് ജപമാലയിലുള്ള മകളുടെ ഭക്തിയും പഠിച്ച രീതിയും ചൊല്ലുവാൻ മകൾ നിരന്തരം കാണിച്ചിരുന്ന ശ്രദ്ധയുമാണ്. ജപമാല പ്രാർത്ഥന പരിചിതമല്ലാതിരുന്ന വിശ്വാസ സമൂഹത്തിൽ വളർന്ന മകൾ ജപമാലയെക്കുറിച്ച് അറിഞ്ഞു തുടങ്ങിയ നാൾ മുതൽ അതിനെ ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ ശക്തമായ, നിലനിർത്തുന്ന, മുന്നോട്ട് നയിക്കുന്ന ആയുധവും സംരക്ഷണവും കവചവുമായി ജപമാലയെ മാറ്റുന്നതാണ് മകൾ ആദ്യം പങ്കുവച്ച സാക്ഷ്യത്തിലുള്ളത്. ജപമാല നമുക്കെന്നും കണ്ണീരുപ്പുള്ളവർക്കുള്ള ആശ്വാസത്തിൻ്റെ പ്രാർത്ഥനയാണ്. ജപമാല നമുക്കെപ്പോഴും ഏതെങ്കിലും ഒരു നിയോഗം നമ്മുടെ കൈവിട്ടു പോകുന്നുവെന്ന് കരുതുന്ന കാലയളവിൽ മുഴുവനും നമ്മളെ അവയെ കൈപ്പിടിയിൽ ഒതുക്കുവാൻ പറ്റുന്ന വിധത്തിൽ നമ്മളെ സഹായിക്കുന്ന, നമുക്ക് സുരക്ഷിതമായ പ്രാർത്ഥനയാണ്. ജപമാല നാം എവിടെയായിരുന്നാലും നമ്മുടെ മനസ്സിലൊരുവിട്ടുകൊണ്ട് ദൈവത്തോടൊപ്പം, അമ്മ മാതാവിനോടൊപ്പം സഞ്ചരിക്കുവാൻ നമ്മളെ സഹായിക്കുന്ന പ്രാർത്ഥനയാണ്. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ആദ്യം പങ്കുവയ്ക്കുന്നത്. രണ്ടാമത് മകൾ പറഞ്ഞത് നമ്മൾ തന്നെ ഒത്തിരി ആദിയോടുകൂടി കേട്ട വാക്കുകളാണ്. ഉദരത്തിൽ ഒരു കുഞ്ഞിന് വേണ്ടി ആഗ്രഹിച്ച് 5 വർഷമായി കുഞ്ഞിന് വേണ്ടി ആഗ്രഹിക്കുന്ന മകൾ ദമ്പതികൾ അതിൻ്റെ ചികിത്സയും മരുന്നുമൊക്കെയായി മുന്നോട്ട് പോവുകയും, എന്നാൽ അത് എല്ലാം മാറ്റിവെച്ചുകൊണ്ട് അമ്മ മാതാവിൽ ശരണപ്പെട്ട്, അമ്മ മാതാവിലാണ് ആശ്രയം, എനിക്ക് വേണ്ടതൊക്കെ അമ്മയിലൂടെ ഒരുക്കി കിട്ടുമെന്ന പ്രത്യാശയോടെ ജീവിച്ചു തുടങ്ങുമ്പോൾ ഉദരത്തിൽ കുഞ്ഞ് ഉരുവായതറിയാതെ മരുന്ന് കഴിക്കുക, എക്സ്റേ എടുക്കുവാൻ സഹായിക്കുക, സ്വയം എക്സ്റേ എടുക്കുക, ആൻറ്റിബയോട്ടിക് കഴിക്കുക, സ്റ്റെപ്പുകൾ ഓടിക്കയറുക, കഠിനമായ വ്യായാമങ്ങൾ ചെയ്യുക, എങ്ങനെയൊക്കെ ഉദരത്തിലുള്ള ശിശുവിനെ അസ്വസ്ഥതപ്പെടുത്താമോ, ഇല്ലാതാകാമോ, അത്തരം എല്ലാ കാര്യങ്ങളും അറിയാതെ ചെയ്ത മകളുടെ സാക്ഷ്യമാണ് നമ്മൾ കേട്ടത്. എങ്കിലും അമ്മ മാതാവ് ഉരുവാക്കിയതിനെ എത്ര കരുതലോടുകൂടി സംരക്ഷിച്ചുവെന്ന്, എത്ര സ്നേഹത്തോടുകൂടി ഒരാരോഗ്യ പ്രശ്നവുമില്ലാതെ കുടുംബത്തിന് കൈമാറിയെന്ന്, ആദ്യത്തെ സ്കാനിങ്ങിന് പോകുമ്പോൾ തന്നെ കുഞ്ഞ് സ്ട്രോങ് ആണെന്ന് അറിവ് നൽകിക്കൊണ്ട് കൂടുതൽ സന്തോഷത്തോടെ മാതാവിൽ പ്രത്യാശയർപ്പിച്ച് പ്രാർത്ഥിക്കുവാൻ കരുത്ത് പകർന്നെന്ന് മകൾ സാക്ഷ്യപ്പെടുത്തുകയാണ്. പ്രിയമുള്ളവരെ, ചില നേരങ്ങളിൽ നമ്മൾ ചെയ്യുന്ന അറിവില്ലായ്മയുടെ മണ്ടത്തരങ്ങൾ പോലും, അറിവില്ലായ്മയുടെ ദോഷപ്രവൃത്തികൾ പോലും ദൈവം നമുക്ക് വേണ്ടി അനുഗ്രഹം തടസ്സമാകാതിരിക്കുവാൻ, അനുഗ്രഹം നഷ്ടപ്പെടുത്താതെ നമ്മളെ സംരക്ഷിക്കുവാൻ വേണ്ട കരുതലും കവചവും ഒരുക്കി തരും. മകളുടെ വാക്കുകളിൽ നമ്മളതാണ് കാണുന്നത്. ദൈവം എത്ര കണ്ട് കരുതലും കവചവും ഒരുക്കിയെന്ന്. ഈ കുഞ്ഞിനെ ആരോഗ്യത്തോടെ ഈ കരങ്ങളിൽ വഹിക്കുവാൻ എത്ര കണ്ട് ആ കുടുംബത്തെ സംരക്ഷിക്കുകയും സ്നേഹിക്കുകയും ചെയ്തുവെന്ന്. ഉടമ്പടിയിലായിരിക്കുന്നവരെ എത്ര കണ്ട ആപത്തിൽ നിന്ന് കാത്തുകൊണ്ട് ദൈവനാമ മഹത്വത്തിന് വേണ്ടി ജീവിതത്തെ സുവിശേഷ പ്രഘോഷണത്തിന് വേണ്ടി കാത്തുവയ്ക്കുന്നുവെന്ന് ഈ കുടുംബം സാക്ഷ്യപ്പെടുത്തുകയാണ്. ഈ വലിയ അനുഗ്രഹത്തിന്, ഒത്തിരി ആപത്തുകളിൽ നിന്ന് കുഞ്ഞിനെ സംരക്ഷിച്ചതിന് നല്ല സന്തോഷത്തോടുകൂടി കരങ്ങളടിച്ച് നമുക്ക് ദൈവനാമത്തെ മഹത്വപ്പെടുത്താം. അമ്മ മാതാവിനും ദൈവപിതാവിനും തിരുക്കുമാരനും നന്ദി സമർപ്പിക്കാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.